അതിരപ്പള്ളി കാട്ടാന ദൌത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്കറിയ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, വളരെ ശ്രമകരമായ ഒരു ദൌത്യമായിരുന്നു. അത് പൂർണ്ണ വിജയമെന്ന് പറയാൻ സാധിക്കുമോ? പൂർണ്ണ വിജയം തന്നെ ആനയെ ചികിത്സ കംപ്ലീറ്റ് കഴിഞ്ഞ് എന്താ പറയുക ആരോഗ്യവാനായിട്ട് ഇറങ്ങുമ്പോഴേ നമുക്ക് പൂർണ്ണമായി ഇതാവെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുവരെയുള്ള നമ്മൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മയക്കം കിട്ടി, നന്നായിട്ട് വൂണ്ടൊക്കെ മുറിവൊക്കെ നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റി, മരുന്നൊക്കെ കൊടുക്കാൻ പറ്റി, സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തു, ക്രാളിലൊക്കേറ്റ്. സങ്കീർണമായിരുന്നോ ദൌത്യം? അല്ല, തീർച്ചയായും സങ്കീർണ്ണമാണല്ലോ, കാട്ടാനയാണല്ലോ. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇന്നിപ്പോൾ നടന്ന സംഭവം തന്നെ നമ്മൾ സ്റ്റാൻഡിംഗ് സെഡേഷനാണ് കൊടുത്ത്, അപ്പോൾ വേറെ കാട്ടാന വന്ന് കുത്തി, അപ്പോൾ അത് വീണു, താഴ്ത്ത് വീണു. അപ്പോൾ അങ്ങനത്തെ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും കാട്ടിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവും. നമ്മളെ കൺട്രോളിലല്ല ഇത് ഉണ്ടാവുക. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്കെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ കിട്ടി. വീണുകൊണ്ട് നമുക്കൊരു ഗുണം കിട്ടി. നമുക്ക് ആ വൂണ്ട് കൃത്യമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ നമ്മൾ നിന്നിട്ടായിരുന്നു ചെയ്യാം, ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഉറക്കം റിവേഴ്സ് ചെയ്തു, മയക്കം റിവേഴ്സ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാർക്കോസിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജാണ്. പല സ്റ്റേജ് ഉണ്ട് അനസ്തീഷ്യക്ക്. അതായത് പറഞ്ഞാൽ ഹിപ്നോസിസ്, നാർക്കോസിസ്, അനസ്തീഷ്യ, കോമ, ഡെത്ത് എന്നാണ് പോവുക. ഇതിലേത് തീരുമാനിക്കുന്നതാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക. സോ നമുക്ക് കൃത്യമായിട്ടുള്ള നാർക്കോസിസ് ആ ലെവലിൽ കിട്ടി, സ്റ്റാൻഡിംഗ് സെഡേഷന് ചെയ്യാൻ പറ്റി, ചെയ്തു കഴിഞ്ഞു, വണ്ടി കയറ്റി കൊണ്ടുപോയി. ഈ മയക്കുപിടി അതിജീവിക്കുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നല്ലോ. ആർക്ക്? ഞങ്ങൾക്കില്ല. കാരണം 1 മാസത്തിനകത്ത് 2ാം തവണയായിരുന്നല്ലോ മയക്കുപിടി വെക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആരോഗ്യം അത്ര. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു ഹോസ്പിറ്റൽ, നിങ്ങളൊരു സർജറിക്ക് കയറാറ്, ഇതന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ആ അനസ്തീഷ്യയോളം ചോദിക്കും, നിങ്ങൾ എന്ത് മരുന്നാണ് എനിക്ക് തരാൻ പോകുന്നത്? അടുത്ത ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും സർജറി ഉണ്ടാവും. ഈ അനസ്തീഷ്യ കൊണ്ട് എനിക്ക് ഇനിയും പ്രശ്നം വരും. നിങ്ങൾ ചോദിക്കും. ദിസ് എ പ്രൊഫഷണൽസ്. ഞങ്ങളും പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, 10-22 കൊല്ലമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. സോ ഞങ്ങൾക്കറിയാം, അത് അസസ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ആനയുടെ ഹെൽത്ത്, ആനയുടെ ബോഡി കണ്ടീഷൻ, അവൾ നിൽക്കുന്ന സ്ഥലം, ഇതെല്ലാം നോക്കിയിട്ടേ ഞങ്ങളൊരു മരുന്ന് എത്ര വേണമെന്ന് തീരുമാനിക്കുള്ളൂ, ഏത് ലെവൽ വേണമെന്ന് തീരുമാനിക്കുള്ളൂ. ഇതിപ്പോൾ ചെറിയ അളവിലാണോ കൊടുത്തിരിക്കുന്നത്? എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു കണ്ടീഷൻ? ഞാൻ പറഞ്ഞില്ലേ, നാർക്കോസിസ് എന്ന് പറഞ്ഞ ലെവലിലാണ്. സ്റ്റാൻഡിംഗ് സെഡേഷൻ. ആനിമലിന് എല്ലാ കോൺഷ്യസ്നസും വേണം, ഇല്ലെങ്കിൽ ആനിമൽ വീണ് പോയി കഴിഞ്ഞാൽ ഡെത്താവും. ലോറിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ, സ്റ്റേണറിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ഡെത്താവും. അപ്പോൾ കൃത്യമായിട്ട് അതിന്റെ റിഫ്ലക്സുകളെല്ലാം വർക്ക് ചെയ്യണം, നിൽക്കാൻ പറ്റണം, ഒരു വണ്ടി കുലുങ്ങി കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള കൃത്യമായിട്ട് ഡോസേജ് അളവ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മയങ്ങി വീണപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു? മയങ്ങി വീണതല്ല, അത് മയങ്ങിയ സമയത്ത് വേറെ ആന വന്ന് ഇടിച്ചതാണ്, കുത്തിയതാണ്. അപ്പോൾ അത് താഴ്ത്ത് വീണു. തീർച്ചയായിട്ടും ആശങ്കയുണ്ടായിരുന്നു. അത് പ്രൊട്ടക്ട് ചെയ്തതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല, പ്രൊട്ടക്ട് ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്ന് പുഷ് ചെയ്തു, അത് വീണു. ഇതിപ്പോൾ ഈ മുറിവിനെ കുറിച്ച് എങ്ങനെയാണ്? ഇതിന്റെ ഒരു ആഴം എത്രത്തോളമാണ്, എത്ര നാളെടുക്കും നമുക്കിതെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം ഹൈലി എന്താ പറയുക, നെക്രോട്ടിക് ആയിട്ടുള്ള പഴുപ്പ് നിറഞ്ഞ മുറിവാണ്. പുഴുണ്ട്, മാഗറ്റ് ഉണ്ട് ഇഷ്ടംപോലെ. അപ്പം 30 സെന്റിമീറ്ററോളം ആഴുണ്ട്. അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി, ഇതെല്ലാം മാറ്റിയെല്ലാം മരുന്നുകളെല്ലാം വെച്ചു. അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു പെർമനന്റ് ഡിസബിലിറ്റി ആയിട്ട് ചിലപ്പോൾ അത് നിൽക്കാം, ചിലപ്പോൾ അത് ഫില്ല് ചെയ്ത് പോകും. ഈ ഏറ്റുമുട്ടലിനിടെ ഇങ്ങനെ പരിക്കേൽക്കുന്നത് സ്വാഭാവികമാണല്ലോ ഈ ആനകൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് രക്ഷപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ്? അല്ല, അതൊരു വേറെ എത്തിക്കൽ ചോദ്യമാണ്. ഇതൊരു ഒരു പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതിന് നിങ്ങൾ എത്രമാത്രം ഇന്റർവ്യൂൻ ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കേണ്ട വേറെ ലെവലാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കേസ് തന്നെ മനുഷ്യ ജനവാസത്തിന് അടുത്ത് നിൽക്കുന്നു. ചിലപ്പോൾ അതൊരു ഭീഷണിയായിട്ട് മനുഷ്യന് മാറും. ഈ മുറിവൊക്കെ ഉള്ള സമയത്ത് അത് അറ്റാക്കിംഗ് മോഡിലേക്ക് വരും. പിന്നെ ഒരു ആനയുടെ വേദന രക്ഷപ്പെടുത്തുക എന്നുള്ളതിന്റെ മുകളിലാണ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആനിമൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ആനിമലായിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇതിന്റെ മുകളിൽ തീരുമാനം എടുത്താണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു എത്തിക്കൽ ചോദ്യമാണ്. ശരിക്കും നമ്മൾ എത്രമാത്രം ഒരു കടുവ ഒരു മാനിനെ പിടിക്കുന്ന കാട്ടിലെ സ്ഥിതിക്ക് നിങ്ങൾ അതിനെ രക്ഷിക്കാൻ നോക്കുമോ? അതതിന്റെ ഇരയാണ്. അതുപോലെ തന്നെയുള്ള ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് ഈ മെയിൽ ടു മെയിൽ കോമ്പറ്റീഷൻ. നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പൊ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നൽകുക? നമ്മൾ അതിനൊരു പ്ലാൻ ഉണ്ടാക്കി? തീർച്ചയായിട്ടും നമ്മൾ ആ വൂണ്ടെല്ലാം എക്സാമിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് റിസൾട്ട്സ് വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനലിൽ ഇരുന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് റെജിമെന്റ് ആക്കും. ഇന്റൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റെജിമെന്റ്, ഫുൾ ടൈം ഉള്ള ട്രീറ്റ്മെന്റ്. അതെങ്ങനെയായിരിക്കും രാത്രിയും പകലും എന്നുള്ളത്? ഞങ്ങൾക്ക് കുറച്ച് റിസൾട്ട്സ് ഒക്കെ വരും. രാത്രി പകലൊക്കെ ആളുണ്ടാവും. ഇതിനായിട്ട് മാത്രം ഡോക്ടറുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ പാനൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് നമ്മൾ നോക്കും, റിസൾട്ട് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കും, എന്നിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് റെജിമെന്റ് നോക്കും. വളരെയധികം നന്ദി ഡോക്ടർ. വലിയൊരു ദൌത്യമായിരുന്നു, ഒരുപാട് വെല്ലുവിളി ഉയർത്തിയ ഒരു ദൌത്യം കൂടിയായിരുന്നു. എന്തായാലും അത് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിയെന്ന് പറയാനായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ കോടനാട് ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകാനുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അഭയാരണ്യത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചിത്തലിനൊപ്പം റിപ്പോർട്ടർ സൈഫുൻ സാലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.